ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നൊരു ഡെസേർട്ടാണ് കേട്ടോ. ഐസ്ക്രീമിൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 10 മിനിറ്റൊക്കെ മതി. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഇതുപോലൊരു 2 പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ പഴുത്ത പഴമാണ് കേട്ടോ. ഇതിനെക്കാട്ട് കൂടുതൽ പഴുത്ത പഴം എടുക്കരുത്. ഇനി ഇത് നമുക്ക് ഇതുപോലെ 4 പീസാക്കി ഒന്ന് കട്ടാക്കണം. ഇത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എല്ലാം കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാകും കേട്ടോ. ഇനി ബട്ടർ നല്ലതുപോലെ മെൽട്ടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത പഴത്തിൽ നിന്ന് കുറച്ച് പഴം എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം മതി കേട്ടോ. അത് ഇട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിപ്പോൾ പഴം നല്ലതുപോലെ തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ അരിപ്പൊടി എടുത്ത അതേ സ്പൂണിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നും കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എന്നെങ്കിൽ ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടും. നമുക്ക് ഓവർ കട്ടിയായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും കട്ടി മതി കേട്ടോ. ഇതിനെയും കാട്ടി കൂടുതൽ കട്ടിയാക്കി എടുക്കരുത്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഈ ഒരു പുഡിങ്ങിന് നല്ല ഐസ്ക്രീമിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ട്രേയിൽ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴവും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോഴാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.